Hello designers, welcome back to uxuimania. നമ്മുടെ ഗൂഗിൾ ഫോൺസ് ഇപ്പോൾ എല്ലാ ഓപ്പൺ സോഴ്സ് ഐക്കണുകളെയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മെറ്റീരിയൽ ഐക്കൺസുകൾ നമ്മുടെ ഗൂഗിൾ ഫോൺസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. എത്ര UI ഡിസൈനേഴ്സ് ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ അറിഞ്ഞില്ലാലും കുഴപ്പമില്ല. ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരാനായിട്ട് നമ്മൾ ഇവിടെ ഈ ചാനൽ uxuimania എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അത് നിങ്ങൾ നിരന്തരമായിട്ട് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, എനിവേ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാര്യം ഗൂഗിൾസിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഡിസൈനേഴ്സിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് ഗൂഗിൾ ഫോൺസ് എന്ന് പറയുന്നത്. എന്താണ് ഗൂഗിൾ ഫോൺസ്, എങ്ങനെയാണ് വെബ്സൈറ്റിനകത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് മനോഹരമായ ഫോൺസുകൾ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ തന്നെ ഒരു ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ ഫോൺസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷേ ഗൂഗിൾ ഫോൺസിലോട്ട് ഇപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ fonts.google.com എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിനകത്ത് നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലായിട്ട് ഐക്കോൺസ് എന്ന് പറയുന്ന ഒരു മെനു കൂടെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അവിടെ ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെറ്റീരിയൽ ഐക്കൺസിൻ്റെ അവരുടെ ലോഗോയും മറ്റുമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഫുൾ മെറ്റീരിയൽ ഐക്കൺസുകൾ ഇവിടെ ഡയറക്റ്റ് ഗൂഗിൾ ഫോൺസിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഡിസൈനേഴ്സ് എന്ന നിലയിൽ വളരെ വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഡിസൈനിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് UI ഡിസൈനിങ്ങിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ ഐക്കൺസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഫ്രീ സൈറ്റുകളും പെയ്ഡ് സൈറ്റുകളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ഐക്കൺസുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് റീക്രിയേറ്റ് ചെയ്തൊക്കെ ഒരുപാട് ടൈം കളയാറുണ്ട്. എപ്പോഴും UI ഡിസൈനേഴ്സിന് ഐക്കൺസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽസ് ഐക്കൺസുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഡിസൈനേഴ്സിൻ്റെ ഡിസൈൻ ഫംഗ്ഷനാലിറ്റി നമുക്ക് വളരെ ഈസി ആക്കാനും വളരെ പ്രൊഫഷണൽ ആക്കി മാറ്റാനും ഈ ഒരു പേജ് സഹായിക്കും. അപ്പോൾ ഗൂഗിൾ ഫോൺസിനകത്ത് ഈ മെറ്റീരിയൽ ഐക്കൺസ് കിട്ടുക എന്നുള്ളത് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഓക്കെ, അതിനാൽ നിങ്ങളിവിടെ വരിക. നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ ഐക്കൺസുകൾ പല തരത്തിലുള്ള ഐക്കൺസുകളുണ്ട്. ഔട്ട്ലൈൻ ആയിട്ടുള്ള ഐക്കൺസ് വയ്ക്കാം. അതെല്ലാം ഫിൽഡ് ആക്കി കഴിഞ്ഞാൽ കളറുകൾ ഫിൽഡ് ചെയ്തുള്ളത് കിട്ടും. റൗണ്ടഡ് ഷേപ്പിലുള്ളത്, ഷാർപ്പ് ഷേപ്പിലുള്ളത്, അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യാം. അവിടെ നിന്ന് ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു പാനൽ വരും. അതിനകത്ത് നിങ്ങൾക്ക് ടോപ്പിൽ വെബ് പർപ്പസിന്, ആൻഡ്രോയിഡ് പർപ്പസിന്, iOS പർപ്പസിനൊക്കെ ആയിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഐക്കൺസ് എടുക്കാനുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വെബിലേക്ക് നമ്മൾ ഐക്കൺസുകളും ഫോണ്ടുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ചില പ്രത്യേക ഫോർമാലിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് HTML ഒക്കെ ചെയ്യുന്ന ഫ്രണ്ട് എൻഡ് UI ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അവർക്ക് ആവശ്യമായിട്ടുള്ള 1x ഫയൽ, 2x ഫയൽ, അതുപോലെ തന്നെ സൈസ് ഇവിടെ വന്നിട്ട് ഏത് സൈസിൽ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് കളർ ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫോണ്ടിൻ്റെ കോഡ് ഇവിടുന്ന് സ്പാൻ ആയിട്ട് ഇവിടെ HTML പേസ്റ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഇവിടുന്ന് കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു ഫോണ്ട് ചൂസ് ചെയ്തിട്ട് റൈറ്റ് ബോട്ടത്തിലായിട്ട് അതിൻ്റെ SVG ഫയലും അതിൻ്റെ PNG ഫയലും അവൈലബിൾ ആണ്. PNG എടുത്ത് നമുക്ക് ഇമേജ് പോലുള്ള ഡിസൈൻ പർപ്പസിന് ഉപയോഗിക്കാം. SVG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് SVG വെച്ചിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡിൽ വളരെ വെക്ടർ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന SVGയും ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇവിടുന്ന് വെബിന് വേണ്ടിയിട്ടും ഇവിടുന്ന് iOSന് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ഇവിടെ തന്നെ കിടപ്പുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് വന്നിട്ട് ഈ ഒരു ഐക്കൺ ഇവിടുന്ന് സിമ്പിളായിട്ട് എടുത്ത് നിങ്ങളുടെ പ്രോജക്റ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോൺസിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ സൂപ്പർബായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡിസൈനേഴ്സിന് ഇവിടെ വന്ന് ഇഷ്ടമുള്ള ഐക്കൺസുകൾ ഡയറക്റ്റ് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് കുറേ കാറ്റഗറീസുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടുന്ന് മെറ്റീരിയൽ ഐക്കൺസ് എടുത്ത് നിങ്ങളുടെ ഡിസൈൻസുകൾക്ക് വളരെ സിമ്പിളായിട്ടും വളരെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗൂഗിൾ ഫോൺസിൽ നിന്നും അതിമനോഹരമായ ഫോൺസുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി അതിമനോഹരമായ ഗൂഗിൾ മെറ്റീരിയൽസിൻ്റെ നിങ്ങൾക്ക് ഐക്കൺസുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ തന്നെ ഗൂഗിൾ ഫോൺസ് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയുള്ള ഗൂഗിൾ ഫോൺസിൻ്റെ പുതിയ ലോഗോ ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ലോഗോ ഒക്കെ അപ്ഡേറ്റ് ആയതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അതുപോലെ ഇൻ്റർഫേസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ കുറച്ചും കൂടെ ക്ലീൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ക്ലീൻഡ് ആയിട്ടുള്ള വെബ് പോർട്ടലാണ് ഗൂഗിളിൻ്റെ ഫോൺസ് അഥവാ ഗൂഗിൾ ഫോൺസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ. ഡിസൈനേഴ്സ് നിർബന്ധമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു പോർട്ടലാണ്. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേഷൻ എല്ലാ ഡിസൈനേഴ്സിലേക്ക് ദയവായി സ്പ്രെഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.